ഈ 9 വർഷത്തെ കണക്കുണ്ടല്ലോ, ഈ 9 വർഷത്തിൽ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ നമുക്കതൊരു എൻജോയ്മെൻ്റ് ഉണ്ടാവും, ഒരു ഫണ്ണുണ്ടായിരിക്കും. പിന്നെ അതൊരു 2-3 വർഷം കൂടി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള കണ്ടംപററീസ് സെറ്റിൽ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നു. പിന്നെ ബ്രേക്ക് കിട്ടാത്ത, അതായത് ഓഫർ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ മരുഭൂമിയിലെ മഴ പോലെ എപ്പോഴെങ്കിലും ഒരു സിനിമ വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അത് വളരെ ടഫാണ്. കാരണം വൺസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തു, എന്നാൽ അവസരം കിട്ടുന്നുമില്ല. ഈ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, കിങ്ഡം വരെയുള്ളത്. അത് എങ്ങനെയാ കടന്നുപോയത്? നീ പറഞ്ഞ പോലെ കറക്റ്റ് അതാ. അതായത് ആദ്യത്തെ 2 കൊല്ലം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. മനസ്സിലായല്ലോ. പിന്നെ പതുക്കെ നമുക്കൊരു ഇത് കിട്ടും. ഇപ്പൊ നായികൻ വന്നപ്പം അത്യാവശ്യം നല്ലൊരു ഇത് നമുക്ക് കിട്ടി, റെക്കഗ്നിഷൻ കിട്ടി, ആൾക്കാർ ഫോട്ടോ എടുത്തു തുടങ്ങി. അപ്പൊ നമ്മളെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, നമ്മള് ഓക്കെ, നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ ലോഞ്ച് ആകും, വേറൊരു രീതിയിൽ വരും. അപ്പം ഉണ്ടായ സിനിമകൾ നടന്നില്ല. അപ്പൊ വീണ്ടും ഞാൻ ഒന്നേന്ന് തുടങ്ങണം. ഇതിന്റെ മേളിലുള്ള ഏറ്റവും വലിയ ബാഗേജ് എന്താന്ന് വെച്ചാൽ വീട്ടുകാരെ നമുക്ക് നോക്കണം. അപ്പം നമുക്കൊരു ജോലി, നമുക്ക് സമ്പാദ്യം, ഇതെല്ലാമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബാഗേജ്. അപ്പം ഇതാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുന്ന. ഓരോ സിനിമ ഡ്രോപ്പ് ആകുമ്പോഴും കരഞ്ഞിട്ട് വരെയുണ്ട്. അപ്പം ഇതെല്ലാം ഇത് കാരണമാണ്. ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റണില്ല വീട്ടില്. കൂട്ടുകാരന്മാരെല്ലാം സെറ്റിൽ ആവുന്നുണ്ട്. അപ്പം നമുക്ക് സിനിമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ സ്റ്റിൽ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു 2 കൊല്ലം കൊറോണ കൊണ്ടുപോയി, വേറൊന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പം വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രഷർ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ നിന്നത്. വീട്ടിൽ നിന്നൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എനിക്ക് എൻ്റെ അറിവിൽ ഒരു 27-28 വയസ്സ് വരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മയും അച്ഛനും തരുന്നതാണ് എൻ്റെ പൈസ. എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോകുമ്പോൾ പോലും ഇവർ തരുന്നതാണ് എൻ്റെ പൈസ. അപ്പം എനിക്കതിലൊരു പ്രശ്നവും ഇല്ല. കാരണം ഇവരെനിക്ക് തരുന്നത് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അച്ഛനും മോനും അല്ലേ, വേറെ ആരെങ്കിലും പൈസ ഒന്നും അല്ലല്ലോ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു പോയിന്റിൽ മറ്റുള്ളവരിങ്ങനെ ഹിറ്റടിക്കുന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ എല്ലാം ഡിലീറ്റ് ചെയ്ത് 1 മാസം ഉപയോഗിക്കാൻ ഞാൻ ഇരുന്നിട്ടുണ്ട്. കാരണം മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു പോയിന്റില്. പിന്നെ ഞാൻ പൊതുവെ എല്ലാവരുടെ ഇന്റർവ്യൂസും ഓഡിയോ ലോഞ്ചൊക്കെ കാണുന്നത്. അപ്പൊ ധനുഷ് ഒരു പരിപാടി പറയും, അതായത് മറ്റുള്ളവ ഓടണുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഓടണുണ്ടോ നീ അത് നോക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആലോചിക്കുമ്പോൾ ശരിയാടാ. അന്ന് എനിക്കിപ്പോൾ സിനിമകൾ കുറവാണെങ്കിൽ പോലും നായികാനായകൻ കേട്ട് 4 പേരെന്നെ കാണുമ്പോൾ ചേട്ടാ നായികാനായകനിൽ വെങ്കിച്ചേട്ടനല്ലേ ചോദിക്കുമ്പോൾ ആ സ്ഥാനത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ സ്ഥാനം ഞാൻ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ എക്സ്പെക്ട് ചെയ്യണത്? ഞാൻ എന്താ മമ്മൂക്കെ പോലെ ഒരു സംഭവമാണോ എക്സ്പെക്ട് ചെയ്യണത്? ആഗ്രഹമാണത്. പക്ഷെ ഈ ഇരിക്കുന്ന സാധനം, ഇതല്ല, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് അല്ല, എനിക്കൊരു 1 ലക്ഷം, ഇനി 1 മില്യൺ ഫോളോവേഴ്സ് വേണം. എനിക്കിപ്പോ ഉള്ള ഫോളോവേഴ്സിൽ ഞാൻ ഹാപ്പിയാ. അതല്ലാതെ പക്ഷെ ഇപ്പൊ 100 ഉള്ളൂ കേട്ടാ, 1 മില്യൺ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മൊത്തം എനിക്കിതാ വിഷമിക്കാനും സങ്കടപ്പെടേണ്ടേ വരുള്ളൂ. പക്ഷെ എനിക്ക് ഈ ഒരു ഒറ്റ ഓഡിയോ ലോഞ്ച് ആണെന്ന് എന്നെ ഓക്കെ ഇങ്ങനെ എന്തിനാലോചിക്കുന്നത്? ഞാൻ ഇരിക്കുന്ന സ്ഥലം, ഞാൻ ഓടുന്നുണ്ടോ? പടമുണ്ട്, വർഷത്തിലൊരിക്കലേ ഉള്ളൂ, അല്ലെങ്കിൽ 1.5 വർഷത്തിലൊരിക്കലേ ഉള്ളൂ. പടം ഞാൻ ചെയ്യുന്നുണ്ട്. വഴി പോകുമ്പോൾ ആൾക്കാർ എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വെങ്കിച്ചേട്ടനല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എൻ്റെ വീട്ടുകാരെ ഹാപ്പിയാണ്. അപ്പം ഇത് ഞാൻ എൻജോയ് ചെയ്തില്ലെങ്കിൽ എടാ, ഞാൻ ഇതിനോട് ചെയ്യുന്ന ഒരു ഭയങ്കര അനീതിയായിപ്പോ. ഇത്രയും നിനക്ക് കിട്ടിയിട്ടും നിനക്ക് ഇതുപോലും വേണ്ടാത്ത ഒരു അമിത അത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ ഒരു സംഭവമായിപ്പോ. അത് വൺസ് എനിക്കത് റിയലൈസേഷൻ കിട്ടിയതിനു ശേഷം എനിക്ക് അങ്ങനത്തെ കൂടെ ഉള്ളവരുടെ പടം ഹിറ്റായി സന്തോഷം. എന്റെ പടം എന്തെങ്കിലും ഹിറ്റാവും. ഞാൻ ഓടുന്നുണ്ട്, എനിക്ക് പടങ്ങളുണ്ട്, ഞാൻ പടം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ കിങ്ഡം, എനിക്ക് ഇത്രയും കോള് വരുന്നു, സ്ക്രിപ്റ്റ് വരുന്നു, ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇനി ഇത് വേണം. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി എന്തെങ്കിലും ഒരു കിടിലം പരിപാടി എനിക്ക് വരും, ഞാൻ ചെയ്യും, അടുത്തടുത്ത ലെവലിൽ പോകും. ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളിൽ വരെയും എക്സൈറ്റ്മെന്റ് എനിക്ക് ജീവിതകാലം മൊത്തം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പൊളിഞ്ഞു പോകാതെ നോക്കണം എന്നുള്ളതാണ്. നീ നേരത്തെ പറഞ്ഞ പോലെ ആ 2 വർഷം എനിക്കുണ്ടായ എക്സൈറ്റ്മെന്റ് ഒരു സമയത്ത് പോയിട്ടുണ്ട്. ഒരു സീൻ കിട്ടുമ്പോൾ, ഒരു ഡയലോഗ് കിട്ടുമ്പോൾ, ഒരു ക്ലോസ് കിട്ടുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് പോയിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചു വന്നു. അതെനിക്ക് കിങ്ഡത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ക്ലോസ് കിട്ടുമ്പോൾ പോലും ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഓരോ ഡയലോഗ് കിട്ടുമ്പോൾ, ഓരോ സീൻ കിട്ടുമ്പോൾ സൂപ്പറാ. കാരണം ഇപ്പൊ കിങ്ഡം പടത്തിൽ ഇന്റർമിഷൻ കഴിഞ്ഞ ഉടനെ ഒരു സീനുണ്ട് ബാബുരാജ് ചേട്ടനുമായിട്ട്. പുള്ളി എൻ്റെ അടുത്ത് ഒരു പരിപാടി പറയുന്നത് അത് റീഷൂട്ട് ചെയ്ത സീനാ. ആ സീൻ വീണ്ടും എടുത്തതാ, അച്ഛൻ്റെ അടുത്തുള്ള പരിപാടി ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടി. ആ സീൻ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് എക്സ്ട്രാ ഒരു സീനും കൂടെ കിട്ടുകയാണ്. അപ്പൊ ആ സാധനം എനിക്ക് തിരിച്ച് ആ എക്സൈറ്റ്മെന്റ് വന്നു. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി. എനിക്ക് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
ഇതേ സമയം എന്തെങ്കിലും മോശമായിട്ട് വരുമ്പോഴത്തേക്ക് ശരി നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എന്ത് വിഷമം വന്നാലും ശരി, ഓക്കെ, വീട്ടുകാർ ഹാപ്പിയാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം വന്നാലും നമ്മൾ ആലോചിക്കുമല്ലോ. എടാ ഇത് ആലോചിക്കുക, ഇങ്ങനെ ആലോചിക്കുന്നു സ്വയം പറഞ്ഞ് ഞാൻ തന്നെയാണ് എൻ്റെ കൗൺസിലിങ്ങും എൻ്റെ തെറാപ്പിയും ഇതും പരിപാടി എല്ലാം സ്വയം ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നെ. ഒരു പോയിന്റിൽ എനിക്ക് ഒരു സമയത്ത് എൻ്റെ ശബ്ദം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ബേസ് വോയിസ് വേണം. അപ്പം ഞാൻ ഡബ് ചെയ്യുമ്പോൾ പോലും എവിടെയാ പോകുന്നത്, അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിങ്ങും എല്ലാം എന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആരുടെ എന്നെ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ഫസ്റ്റ് എന്നെയല്ലേ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്. അത് ഞാൻ റിയലൈസ് ചെയ്തു. അപ്പം അതിനുശേഷം ഞാൻ ഇനി ലുങ്കിയിട്ട് പുറത്തിറങ്ങിയാലും എൻ്റെ ഡ്രസ്സിൽ ഞാൻ ഹാപ്പിയാ. ഞാൻ അതിട്ടിറങ്ങിയാലും ഞാൻ ഹാപ്പിയാ. എനിക്കൊരു അതൊന്നുമില്ല, ഞാൻ ഹാപ്പിയാ. എൻ്റെ ഉള്ളിൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ്. എനിക്ക് എന്ത് ഡ്രസ്സ് തന്നാലും ഞാൻ കോൺഫിഡൻ്റാണ്. കാരണം ഡ്രസ്സിലൊന്നുമില്ല, നമ്മുടെ കോൺഫിഡൻസിലാണ് അൾട്ടിമേറ്റ് തിങ്. അതില്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ നിന്നോണ്ടിരുന്ന ക്യാമറ അത് കണ്ടുപിടിക്കും. പിന്നെ നമ്മളൊരു സീൻ ചെയ്യാണ്, നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മൾ ചെയ്താൽ കണ്ടുപിടിക്കും. ഉറപ്പായിട്ട് ആൾക്കാർ ഇവ എന്തോ ഒപ്പിക്കുകയാണ് എന്നുള്ള സാധനം മനസ്സിലാവും. നമ്മൾ എത്രത്തോളം റിയലായിട്ട് ജെന്യുവനായിട്ട് നിൽക്കുകയാണോ അത്രയും നല്ലതാണ്. ഫഹദ്ക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കേസാ, ക്യാമറയുടെ മുമ്പിൽ ജെന്യുവനായിട്ട് നിൽക്കുക. അതെ, അവിടെ എല്ലാം പിടിക്കും. അതൊക്കെയാണെടാ എൻ്റെ ഒരു റിയലൈസേഷൻ. ഇത് ക്യാമറയുടെ പുറത്ത് നമ്മളൊരു സീൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഈ കയ്യും കാലും പോലെ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും കിട്ടൂല. നമ്മൾ എന്തെങ്കിലും ചെയ്യും. നമ്മളിപ്പോ വെറുതെ നിൽക്കുന്നു, നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനു മുമ്പേ നമ്മളൊരു കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ കൈ ഉപയോഗിക്കുക. അപ്പം നമ്മളിങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നു, ഇതെല്ലാം നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ ചാരി നമ്മൾ നിൽക്കും, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മളിങ്ങനെ കേട്ട് വല്ലപ്പോഴും വല്ലതും വന്ന ഇങ്ങനെ വല്ലതും വന്നാലേ പോവുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്റെ റിയലൈസേഷനാ. പണ്ട് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യും. റിയാക്ഷൻ ആണല്ലോ മെയിൻ. ഡയലോഗ് പറയുന്നതിനേക്കാളും നമ്മൾ ഒരാൾ പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. റിയാക്ട് ചെയ്യുമ്പോൾ ഇത് ഓവറാ, ഇതെനിക്ക് മനസ്സിലായി. നമ്മൾ ഓക്കെ നോക്കാം നമുക്ക് ഇങ്ങനെ നമ്മൾ തലയാട്ടിക്കൊണ്ടിരുന്നാ മതി, അത്രയും മതി. ഇതെല്ലാം എനിക്ക് ഈ ഇന്റർവ്യൂവും ഇവരൊക്കെ ഇപ്പം ഫഹദൊക്കെ ആണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും ഷർഫുദ്ദീൻ ആണെങ്കിലും ഇവരുടെയൊക്കെ ഓരോ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഭയങ്കര സട്ടിലായിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാൻഡപ്പ് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ അർജുൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനെ ഓരോ ഡയലോഗ് പറയുമ്പോൾ അവൻ ഭയങ്കര സിമ്പിളായിട്ടാണ് പറയുന്നത്. ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കര പരിപാടിയിൽ അതിൻ്റെ ആവശ്യമില്ല. അഭിനയിക്കുകയാണ്, അതിനകത്ത് അഭിനയിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അന്നത്തെ സമയത്തൊക്കെ ഒരു ക്ലോസ് വന്നാൽ എനിക്ക് കുറച്ചും കൂടെ പേടിയാണ്. ക്ലോസ് കുറച്ചും കൂടെ ഇതാക്കണം, ആ എക്സൈറ്റ്മെന്റ് അല്ലേ എനിക്ക്. ക്ലോസ് എന്ന് പറഞ്ഞ പേടിയാ, പിന്നെ അതെനിക്കിപ്പോൾ ഒരു എക്സൈറ്റ്മെന്റാ. ക്ലോസ് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. പിന്നെ എനിക്ക് അങ്ങനെ ഇപ്പം ഒരു ടേക്കിൽ തീർക്കണം അങ്ങനത്തെ ബാഗേജ് ഇല്ലടാ. അതും എനിക്ക് പല ഇന്റർവ്യൂസും കണ്ടാണ് പലരും പറയും ടേക്കിലല്ല കാര്യം. നമ്മളിപ്പം ഡയറക്ടർ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഓരോ ടേക്കും പറയുന്നത്. അപ്പം നമ്മൾ അതിൽ ഉടഞ്ഞു പോവാതെ നമ്മൾ കേട്ട് പരിപാടി ചെയ്ത് അൾട്ടിമേറ്റ്ലി ഫൈനൽ ടേക്ക്. പണ്ട് ആക്ടേഴ്സിന് ഒരു റെസ്യൂം ബിൽഡിംഗ് പോലൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഈവൻ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റാ. അത് നമ്മൾ അഭിനയിക്കാൻ വരുമ്പോഴും ആളുകൾ പറയാം അയാളുടെ സിംഗിൾ ടേക്കിലല്ല. ഇതൊരു ബാഗേജാണ്, ഭയങ്കര ബാഗേജാണ്. ഇതൊരു പ്രഷറാണ് നമുക്ക്. നമ്മളിങ്ങനെ നിന്നിട്ട് പോകുമ്പം ഓക്കെ ഇപ്പം നമ്മളൊരു 4 പേരുണ്ട്, ഞാനിപ്പോൾ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി. അപ്പോൾ ഒരു കണ്ടിട്ട് എടാ അവൻ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കും, നമുക്ക് അവനെ റെഡിയാക്കാം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരും അതിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യും. ഫസ്റ്റ് ടേക്ക് അത് പാളും. ഈ പ്രഷർ വന്നാൽ പാളും. അതെനിക്ക് ഇത്രയും പടത്തിലല്ല, എനിക്ക് റിബൽ തൊട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതും വിജയ് സേതുപതി ഒരു ഇന്റർവ്യൂ, ത്യാഗരാജ കുമാരരാജ സൂപ്പർ ഡീലക്സിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറെ ടേക്ക് പോയാലും പ്രശ്നം. കുറെ ടേക്ക് പോയി, അതായത് നമ്മുടെ ഫൈനൽ ടേക്ക് ആയിരിക്കും. അതെ അത് ചിലപ്പോ ഏതെങ്കിലും ഒരു ടേക്ക് ആയിരിക്കും ചിലപ്പോ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ 4 ടേക്ക് എടുത്ത് ചിലപ്പോൾ ആദ്യത്തെ ടേക്ക് ആയിരിക്കും ഇത് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഈ 4 ടേക്ക് ഡയറക്ടറിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. പുള്ളിക്കൊരു വിഷൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണ് അങ്ങനെ ഒരു പ്രഷർ? ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത്രയും പ്രഷർ ഇട്ട് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു, അതേ പ്രഷറോടുകൂടി ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാ അവസ്ഥ. ഞാൻ ഭയങ്കര റിലാക്സ്ഡ്. ഈ